നോക്കി, ദൈവം നമുക്കുള്ളത്. ഇനി ഞാൻ കറക്റ്റായിട്ട് കൃത്യം പറഞ്ഞു ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം പറയാം. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആരെയൊക്കെയാ? ആദവും ഹവ്വായും. ദൈവം അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷമാണോ ആപ്പിളിന്റെ ഒരു തൈ നട്ടത്, അതോ സൃഷ്ടിച്ചതിന് ശേഷം ആപ്പിള് കായ്ച്ചു നിൽക്കുന്ന ഒരു മരമാണോ നട്ടത്? ഈശോ ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചതിന് ശേഷം, ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ആപ്പിളിന്റെ ഒരു തയ്യാ നട്ടായിരുന്നു അവർ പട്ടറി എടുത്ത് അത്തുപോയന്. കാരണം തിന്നാൻ എന്തെങ്കിലും വേണ്ടേ? ദൈവം അവരെ സൃഷ്ടിച്ചതിന് ശേഷം അവര് വിശന്ന സമയത്ത് ചെന്നപ്പം ഇതാ പറിച്ചു തിന്നാൻ പാകത്തിന് പഴുത്ത് നിൽക്കുന്ന ആപ്പിൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെങ്ങനെയാ എവിടെ നട്ടത്? ചക്ക കായ്ച്ച് മൂത്ത് കിടക്കുന്ന ഒരു പ്ലാവാണോ നടന്നത്? അത് ഒരു ചെറിയൊരു ചക്കക്കുരു അല്ലെങ്കിൽ ഒരു പ്ലാവിന്റെ തൈ ആണോ നടന്നത്? ഒരു തൈ നട്ടാൽ അത് കായ്ക്കണമെങ്കിൽ 3-4 വർഷം എടുക്കും. അതും പോലെ സാധാരണ നാടൻ പ്ലാവാ നടന്നെങ്കിൽ അതിനേക്കാളും സമയം എടുക്കും. വല്ല ബ്ലോക്കാണെങ്കിൽ പിന്നെ വേഗത്തിൽ കായ്ക്കും. എന്തായാലും വർഷം എടുക്കും. ദൈവം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇവര് ചിന്തിക്കുന്നതിന് മുമ്പ് ഇവർക്കായി അവിടെ ഒരുക്കി റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശരിയല്ലേ? ഇനി അടുത്തത്, ഈ ആപ്പിള് മരം, ആപ്പിളൊക്കെ അവിടെ നിൽക്കുക, എല്ലാം ഉണ്ട്. ഇതിനൊക്കെ എന്തൊക്കെ കൊടുക്കണം? വെള്ളം കൊടുക്കണം, അല്ലെ ഉണങ്ങിപ്പോവും. അപ്പൊ ആദവും ഹവ്വായും അല്ല, ദൈവം ഇതിനെങ്ങനെ നനയ്ക്കും, ഇതിനെങ്ങനെ നനയ്ക്കും എന്ന് പറഞ്ഞ് ഓടി ഓടി നടക്കേണ്ട കാര്യം വന്നില്ല. അവർക്ക് ആവശ്യമുള്ള വെള്ളം ഒരു നദി അവിടെ ഒരുക്കി നിർത്തി. അല്ലാതെ എങ്ങനെ നനയ്ക്കുന്നോർത്ത് അവർ തല പുകഞ്ഞ് ആലോചിച്ചില്ല. നോക്കിക്കേ, പറഞ്ഞു വരുന്നത് ദൈവം ബൈബിളിന്റെ ആരംഭം മുതൽ സൂചിപ്പിക്കുന്നു, നമുക്കുള്ളതിനെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്ത. ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, അബ്രാഹത്തിനും സാറായിക്കും മക്കളില്ലായിരുന്നു. അവർക്ക് ഒരുപാട് പ്രായമായ പിന്നെ ദൈവം ഒരു മകനെ കൊടുത്തു, ഇസ്ഹാക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കണം, അതിന് മോറിയ മലമുകളിൽ പോണം, ബലിപീഠം പണിയണം, ബലി അർപ്പിക്കുക, കോംപ്രമൈസ് ഇല്ല. ഉടനെ അബ്രാഹാം അതനുസരിച്ച് മോറിയ മല മുകൾ കയറുന്നതിന് മുമ്പ് ദൈവം എന്തു ചെയ്തു? ഈ ഇസ്ഹാക്കിന്റെ സ്ഥാനത്ത് ബലിയർപ്പിക്കാനുള്ള ഒരാട്ടിൻകുട്ടിയെ അപ്പുറത്തൊരു കുറ്റിക്കാട്ടിൽ ഒരു മുൾപടർപ്പിൽ അവിടെ ഒരുക്കി അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അത് അബ്രാഹാം പോലും അറിഞ്ഞിട്ടില്ല. അബ്രാഹാം ചിന്തിച്ചിട്ട് പോലുമില്ല. അബ്രാഹാമിന്റെ ചിന്ത ഇങ്ങനെയാണ്, ദൈവം എന്നോട് പറഞ്ഞു നിന്റെ മകനെ നീ ബലിയർപ്പിക്കണം. അബ്രാഹാം പോയത് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ആടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ അബ്രാഹത്തിന് അറിയാം ദൈവം ഇടപെടുമെന്നറിയാം. അബ്രാഹാം പോയി അവിടെ ബലിപീഠം ഉണ്ടാക്കി കുട്ടിയെ അവിടെ കിടത്തി കത്തിയൂരി കൊല്ലാൻ നോക്കിയപ്പോഴാണ് ദൈവം പറഞ്ഞത്, കുട്ടിയെ തൊട്ടുപോകരുത്, ഇതാ അവിടെ ഒരു ആട്ടിൻകുട്ടി മുൾപടർപ്പിൽ ഉടക്കി കിടക്കുന്നു, ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രാഹാം പോലും ചിന്തിച്ചിട്ടില്ല ദൈവം ഇങ്ങനെ ഒരുക്കൂന്ന്. നമുക്കുള്ളത് ദൈവം, നമ്മൾ പോലും നമ്മുടെ കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്കുള്ളതിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത്, ദാനിയേൽ എന്ന വ്യക്തിയെ ദൈവം അവിടുത്തെ രാജാവ് സിംഹക്കുഴിയിലിട്ടു. ബൈബിൾ എഴുതിയിരിക്കുന്നു, ദാനിയേല് സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് സിംഹത്തിന്റെ വാ അടയ്ക്കാൻ ഒരു ദൂതനെ ദൈവം ആ കുഴിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ വായടച്ചത് കൊണ്ട് ദാനിയേൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അപ്പോൾ ദാനിയേൽ സിംഹക്കുഴിയിൽ ഇട്ടേ പിന്നെ അല്ല ദൈവം ദൂതനെ കൊണ്ടുവന്നത്, അതിനു മുമ്പ് തന്നെ ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള വഴിയും ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച ഈ വിഷയം നിങ്ങൾ ഈ ഒരു ദിവസം, ഈ അവധി ദിവസം ഇത്രയും സമയം മാറ്റിവെക്കുമ്പോൾ, ഇന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറപ്പോടെ പോകാം, എന്റെ നാളത്തെ പണം, അടുത്ത മാസത്തെ എന്റെ ആരോഗ്യം ഇന്നേ പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. ശരിയല്ലേ? എന്റെ അടുത്ത വർഷം എന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടാകും എനിക്കിന്ന് പറയാൻ പറ്റില്ല. അടുത്ത വർഷം എനിക്ക് എന്തേലും ആരോഗ്യം ഉണ്ടാകും ഇന്ന് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെയോ എന്റെ ദൈവം അത് കരുതി വച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ശ്രദ്ധിച്ചേ, ദൈവം
ഒരുക്കി വച്ചത് എനിക്ക് കിട്ടണമെങ്കിൽ ഈ ഞാൻ ഒരുങ്ങണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാ വാക്ക്. ദൈവം എനിക്ക് നല്ലൊരു ഭാവി എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ധ്യാനം പറയുന്ന ഈ മാത്യുസിന് ദൈവം ഒരു നല്ല ഭാവി ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് കരുതുക. എനിക്കൊരു നല്ല ഭാവി. ഈ ഭാവിയിൽ എനിക്ക് എത്താൻ പറ്റണമെങ്കിൽ ഞാൻ എങ്ങനെയും ജീവിച്ചിട്ട് കാര്യമില്ല. അത് കിട്ടാൻ പാകത്തിനുള്ള ഒരു ഒരുക്കം എനിക്ക് വേണം. ദൈവം ഒരുക്കി വച്ചത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഒരുങ്ങണം. അതാണ് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം. ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്നറിയോ? നമുക്ക് അനേകം ആളുകൾക്ക് ഒരുക്കമില്ല. ഒരുങ്ങണം, ഒരുങ്ങണം. ഇത് നിസ്സാരമല്ല. ഒരുങ്ങണമെന്ന് പറയുമ്പോൾ നമുക്കത് വിഷമമാണ്. ഒരുങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുങ്ങണം. ഇനി അടുത്തത് എങ്ങനെ ഒരുങ്ങണം? പ്രാർത്ഥിച്ചൊരുങ്ങണം. ഓരോരുക്കത്തിന്റെ പേരാ പറയുന്നത്, പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, പ്രാർത്ഥനയാകുന്ന ഒരു കണ്ണാടിയിലൂടെ ഞാൻ നോക്കിയാലേ ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുകയുള്ളൂ. എന്തു വേണം? പ്രാർത്ഥനയുടെ ഒരു കണ്ണാടി ഞാൻ എന്റെ കണ്ണെ വെക്കണം. പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടാത്ത ഉറക്ക ഗുളിക നമ്മൾ 2 എണ്ണം കഴിച്ചാൽ നമ്മൾ എങ്ങനെ ഉറങ്ങും? അതുപോലെ ബോധമില്ലാതെ ഉറങ്ങും. എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാ മതി. ഹല്ലേലൂയ. എന്നാ ഉറക്കമായിരിക്കും എന്നറിയോ? സ്വപ്നം വരെ വേണ്ട ഉറങ്ങാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ മതി. ഇനി രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ലേ? അപ്പുറത്ത് കിടക്കുന്ന ജപമാല എടുത്ത് കയ്യിൽ വെച്ച് അളവില്ലാത്ത സകല നന്മ ഒരു രഹസ്യം ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ബോധം പോകും. ഒരു രഹസ്യം നമ്മുടെ ബോധം പോകും. പിന്നെ നമ്മൾ നല്ല സുഖമായി ഉറങ്ങും. നമുക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷെ നമുക്ക് പലർക്കും പറ്റുന്നില്ല. ഹല്ലേലൂയ. നമുക്കെല്ലാം ആഗ്രഹം എന്നാ? എനിക്ക് ഈശ്വരനോട് ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കൊന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അഥവാ ഒരു ദിവസം പ്രാർത്ഥിച്ചു പോയാലോ 10 ദിവസം പ്രാർത്ഥിക്കുകയില്ല, തീർന്നു. അഥവാ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഒരു ധ്യാനത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, പിന്നെ ഒരു 10 ദിവസത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ചിലപ്പോൾ 1 മാസം വരെ നീളാം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, പിശാചിനറിയാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടു പോകുന്നു. പിശാചിനറിയാം ഈ കുടുംബം നന്നായിട്ട് കൂട്ടായ്മയോടെ പ്രാർത്ഥിച്ചാൽ ഇവര് നല്ല സ്നേഹത്തിലേ നിൽക്കുള്ളൂ. പിശാചിനറിയാം ഈ കൊച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഇവന് നല്ല ഭാവി കിട്ടുമെന്ന്. പിശാചിനറിയാം ഇവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കള്ളും കഞ്ചാവും ഇവനെ ആക്രമിക്കാൻ പറ്റിയാലെന്ന്. എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പിശാചിനറിയാം. അയാളെ കൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരാളാക്കി മാറ്റിച്ചാ മതി. ഹല്ലേലൂയ. നമ്മൾ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പതുക്കെ കുറയുന്നോ അപ്പോൾ മുതൽ തിന്മയുടെ ശക്തിയുടെ ആധിപത്യം കയറി ഭരിക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:35 ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഏറെ നേരം പ്രാർത്ഥിച്ചു. എപ്പോഴാ പ്രാർത്ഥിച്ചത്? അതിരാവിലെ. അതിരാവിലെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അതിരാവിലെ 7:40 അത് അതിരാവിലെ അല്ല. അതിരാവിലെ എന്ന് പറയും ചിലർക്ക് അത് 9:20 അതിരാവിലെ അല്ല. അതിരാവിലെ എന്ന് പറയുമ്പോൾ ചിലർക്കത് 7 മണിയാകാം, 6 മണിയാകാം, 5:40 ആകാം. അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 5 മണി സമയം. അതിരാവിലെ 4 മണിക്ക് ശേഷം അതിരാവിലെ. ഈശോ എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? അതിരാവിലെ. ഹല്ലേലൂയ.
അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചൊരു സമയമാണ്, അവൻ അതിരാവിലെ പ്രാർത്ഥിച്ചിരുന്നു. ഈശോ പോലും പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ, ഈശോ പോലും പ്രാർത്ഥിച്ചു. അപ്പോഴാ സാധാരണ മനുഷ്യരായ നമുക്ക് പ്രാർത്ഥനയുടെ വലിയ കുറവ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഇവിടെ ഇനി ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടമായി. ഇവന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇപ്പം സൂര്യൻ ഉദിക്കാതിരിക്കാൻ പോവാണ്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ മഴ പെയ്യാതിരിക്കോ, മഴ പെയ്യുവോ? പ്രാർത്ഥിച്ചില്ലെന്നോർത്ത് ഇപ്പം ഇവിടെ വലിയ വലിയ അത്ഭുതം, എന്തെങ്കിലും രോഗം അവസാനിക്കാൻ പോവാണോ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നഷ്ടമായി. നോക്കിക്കേ, പണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിനേക്കാൾ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നോ? അപ്പനും അമ്മയും മക്കളും ഒരു നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നോ? ഇന്നെല്ലാവരും ഓരോരുത്തരാ. അപ്പനൊരു വഴി, അമ്മ വേറെ രീതി ചിന്തിക്കുന്നു, മക്കൾ ഓരോരുത്തരും. എല്ലാവരും ഒരു വീട്ടിലാണേലും ഒരു വീടിന്റെ സ്നേഹമില്ല. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉപേക്ഷിച്ചത് വഴി നമ്മുടെ കുടുംബത്തിലെ പലരുടെ സ്നേഹ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മുടെ വീടിന്റെ അവസ്ഥ? 4 പേര്, 4 ഫോണും 4 മുറി. 4 പേര്, 4 മുറി, 4 ഫോണ്, 4 അല്ല 8 ഫോണ്. ഒരാൾക്ക് 2 ഫോൺ വെച്ചു, ഒരു വലുതും ഒരു ചെറുതും. ദൈവം തമ്പുരാ വിചാരിച്ചാൽ പോലും തുറക്കാത്ത ലോക്ക് ഇട്ടത് പൂട്ടിയിട്ടിരിക്കുക. നമ്പർ ലോക്കാണ്. ജമ്മ കൊണ്ട് തല്ലിപ്പൊട്ടിക്കാന്നല്ലാണ്ട് അത് ലോക്ക് തുറക്കൂല. നമുക്ക് പേടിയാ നമ്മുടെ മൊബൈലിലെ വരെ. അതാരെങ്കിലും എടുക്കുവോ നോക്കുവോ, നമുക്ക് പേടിയാ. ഓരോരുത്തരും ഒരു വീട്ടിൽ ഇന്ന് സംസാരം കൂടുതലാണോ കുറവാണോ? നിങ്ങളുടെ വീട്ടിൽ പണ്ടുള്ളതിന്റെ അത്രയും സംസാരം ഉണ്ടോ ഇല്ലയോ? വലിയ സംസാരമൊന്നുമില്ല. എല്ലാരും വന്നു, എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. കുറെ നേരം ഒരാൾ ഫോണെ നോക്കിയിരുന്നു. പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് അവരവരുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഒരു ലൈഫ് തീരും. അങ്ങനെ എന്നാ മിണ്ടാത്തെ? മിണ്ടാൻ തോന്നുന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും നമുക്ക് മിണ്ടാൻ തോന്നുന്നില്ല. ശ്രദ്ധിച്ചേ, നമ്മുടെ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും ഇതൊക്കെ ആ സ്നേഹ ബന്ധങ്ങൾ അങ്ങ് പോയി. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി നടയിറങ്ങി അങ്ങ് പോയി. എപ്പോ പോയി? നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പം നമ്മൾ മൊബൈലും വാട്സപ്പും ഇന്റർനെറ്റും ഫേസ്ബുക്കും ഇതിന്റെയൊക്കെ ഉപയോഗം കൂടിക്കൂടി. ഇതൊക്കെ ഉപയോഗിക്കേണ്ടെന്നല്ല, ഇതിന്റെ ഉപയോഗം നമ്മുടെ തലയ്ക്ക് പിടിച്ചപ്പം നമ്മുടെ പ്രെയർ ലൈഫ് എല്ലാം പോയി. പ്രെയർ ലൈഫ് പോയി. അതുകൊണ്ട് ഒരു ചടങ്ങ് പോലെ നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന എങ്ങനെയാ? വയനാട്, നിങ്ങൾ വയനാട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം. കോഴിക്കോട് കഴിഞ്ഞ് താമരശ്ശേരി കഴിഞ്ഞ് അത് അടിവാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു നല്ല ചുരമാണ്. ഈ ചുരത്തെ വണ്ടി കയറുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. എങ്ങനെയാണ് ചുരത്തെ വണ്ടി കയറുന്നത് അറിയാമോ? 28 ടയറുള്ള ലോറി കയറിപ്പോവും. നമ്മൾ ബസ്സിന് ഇങ്ങനെ പോകുമ്പം ലോറിയെ ഓവർടേക്ക് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ നോക്കണം, സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാം വലിയ ലോഡും വഹിച്ചുകൊണ്ടുള്ള ലോറി മുക്കി മൂളി നിരങ്ങി ഇറങ്ങി അവിടെ എത്തും. ഈ ലോറി കയറുന്ന പോലെ നമ്മുടെ പ്രാർത്ഥന. എങ്ങനെയാ? ആദ്യത്തെ ഒരു കുറച്ചു നേരമൊക്കെ നല്ല ഒരു ശക്തി ഉണ്ടാവും. പിന്നെ മുക്കി മൂളിയല്ല മൂളി നിരങ്ങി ഇറങ്ങി, എന്തായാലും അത് ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്ത് ചുരം കയറും, ഉറപ്പാണ്, എത്തിക്കും. നമ്മുടെ പ്രാർത്ഥന നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, അത് വെറും നമുക്ക് തന്നെ മനസ്സിലാവാത്ത പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും 2 മക്കളും താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ വീടിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളുടെ പേരാണ്, ഒരു അക്രൈസ്തവന്റെ പേരാണ് രവി. അപ്പോൾ ഈ രവി എന്ന് പറഞ്ഞ ആള് സ്ഥലം വിറ്റ് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്ന ആളാ, വേറൊരു സ്ഥലത്ത് നിന്ന് വന്നാണ്. അപ്പോൾ ഇയാള് സ്ഥലം വിറ്റ് പോരുന്നത് ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്തുനിന്നാണ്. അപ്പൊ ഇവരുടെ വീട്ടിലെ പ്രാർത്ഥന കേട്ട് ഈ രവിച്ചേട്ടനും പ്രാർത്ഥനയൊക്കെ അറിയാം, ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയൊക്കെ അറിയാം, സ്വർഗസ്വനായ പിതാവെ അറിയാം, കേട്ടുള്ള പരിചയമാണ്.
അവർ സ്ഥലം വിറ്റ് വന്ന് വീണ്ടും താമസമാക്കിയതും ക്രിസ്ത്യാനിയായ ഒരു ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും മക്കളും. ഇവർ തമ്മിൽ എന്നും വഴക്കാണ്. അപ്പൊ ഈ രവിചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾ ഇങ്ങനെ പോകരുത് കേട്ടോ, നിങ്ങളുടെ പള്ളിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം, നിങ്ങളുടെ ഇങ്ങനെ പോകരുതെന്ന് പറയും. വീട്ടിൽ പ്രശ്നമാണേലും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ രവിചേട്ടൻ ഇടയ്ക്ക് ഇവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു, ഞാൻ കണ്ടീഷനാണെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുറെ നേരം കേട്ടപ്പം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ രവിചേട്ടൻ ചോദിച്ചു, നിങ്ങളാണേ ഒരു കണ്ടീഷൻ അല്ല, എന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടീഷനാണെന്ന് പറയുന്നു. ഞാൻ ഇതിനു മുമ്പും താമസിച്ചത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ചേട്ടന്റെ വീടിന്റെ അടുത്താണ്, നിങ്ങളും ക്രിസ്ത്യൻസ് ആണ്, അവര് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേ, ഞാൻ കണ്ടീഷനാണെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, രവിചേട്ടോ, ഞാൻ കണ്ടീഷനാന്ന് പറഞ്ഞല്ല, സ്പീഡ് കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടീഷനായി. ഒരു കണ്ടീഷൻ അല്ലതാണ്. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ്. ഇവർ ഈ അധിക സ്പീഡിൽ പോയാലെന്നറിയോ, പരസ്പരം കാണാൻ വേണ്ടിയാ. ഏത് പരസ്പരം? അയ്യോ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, പാവങ്ങളാണ്, വളരെ നല്ലവരാണ്. അവരാ പരസ്പരം സീരിയലിന് ഒരു 12-15 മിനിറ്റ് ഉള്ളപ്പോഴായിരിക്കും ഇവിടുന്ന് പ്രാർത്ഥന സ്റ്റാർട്ട് ആക്കുന്നത്. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് ജപമാലയും തീർക്കണം, ലുത്തിനിയേയും ചെല്ലണം, ബൈബിളും വായിക്കണം. അത്ര സ്പീഡിൽ പിടിച്ചാലേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയുടെ സ്പീഡ് കൂടി ഞാൻ കണ്ടീഷനാണ് വളരെ കണ്ടീഷനാണെന്ന് പറഞ്ഞ് വിട്ടുപോവാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയുണ്ടല്ലോ, നമുക്ക് പോലും പിടികിട്ടാത്തൊരു പ്രാർത്ഥനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക്